കടലിന് മുകളിലൂടെ ഒരു ട്രെയിൻ. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലമാണിത്. ഒരു വശത്ത് ബംഗാൾ ഉൾക്കടൽ, മറുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രം, നടുവിലൂടെ എഞ്ചിനീയറിംഗ് വിസ്മയം സൃഷ്ടിച്ച പാമ്പൻ പാലവും. ഇന്ത്യൻ ഭൂപ്രദേശത്തിനും പാമ്പൻ ദ്വീപിനുമിടയിൽ പാക് കടലിടുക്കിന് കുറുകെ 2.7 കിലോമീറ്റർ ദൂരത്തിലാണ് രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപ്പാലമായ ഈ പാമ്പൻ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ട്രെയിനുകൾക്ക് പോകാനുള്ള പാലവും മറ്റ് വാഹനങ്ങൾക്കായുള്ള പാലവും ഉണ്ടെങ്കിലും റെയിൽ പാലത്തെയാണ് പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത്. ഇപ്പുറത്ത് കാണുന്ന പഴയ പാലമുണ്ടല്ലോ, അത് 1914 നിർമ്മിച്ചതാണ്. എന്നാൽ പുതിയ പാലം 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. കപ്പലുകൾക്ക് കടന്നു പോകാൻ വേണ്ടി മധ്യഭാഗം ഉയർത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം. രാമേശ്വരത്തിനടുത്ത് വലിയ കപ്പലുകളും കോസ്റ്റ് ഗാർഡ് കപ്പലുകളും കടന്നു പോകുന്നുണ്ട്. അവയ്ക്ക് പോകാനുള്ള ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് നടുവിലുള്ള ഈ ഭാഗം ഉയർത്തുന്നത്. കപ്പൽ വരുന്നതിന് മുമ്പ് തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് സിഗ്നൽ കൊടുക്കും. ആ സമയം ട്രെയിൻ നിർത്തിവെക്കുകയും 72.5 മീറ്റർ വരുന്ന ഈ ഭാഗം മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യും. 17 മീറ്റർ മുകളിലേക്കാണ് ഉയർത്തുന്നത്. കപ്പൽ പോകുമ്പോൾ വീണ്ടും താഴ്ത്തി ട്രെയിൻ കടത്തിവിടും. അമേരിക്കൻ എഞ്ചിനീയർ വില്യം ഡൊണാൾഡ് ഷെർസർ ആയിരുന്നു പഴയ പാലം വികസിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. കപ്പലുകൾക്ക് പോകാനായി വശങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്ന വിധത്തിലായിരുന്നു പഴയ പാലത്തിൻ്റെ നിർമ്മാണം. ഇതിന് 2 കിലോമീറ്റർ നീളമെന്നും ചില രേഖകളിൽ 2.3 കിലോമീറ്റർ നീളമുണ്ടായിരുന്നുവെന്നും പറയുന്നു. 1911 തുടങ്ങി 14 പൂർത്തിയാക്കിയ ഈ പാലത്തിൻ്റെ പ്രീ ഫാബ്രിക്കേറ്റഡ് പാർട്സ് ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് ചരിത്രരേഖകളിൽ പറയുന്നു. മലയാളം വിക്കിപീഡിയയിൽ പറയുന്നത് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ലണ്ടനിൽ നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ 1914 പണിത പാലം 1964 ചുഴലിക്കാറ്റിൽ തകർന്നു. ഈ സമയം പാമ്പൻ പാലത്തിലൂടെ ധനുഷ്കോടിയിലേക്ക് പോയ ട്രെയിൻ കടലിൽ ഒലിച്ചുപോയി. അപകടത്തിൽ ആരും രക്ഷപ്പെട്ടില്ല. ധനുഷ്കോടി പട്ടണവും റോഡും തീവണ്ടിപ്പാളവും എല്ലാം പൂർണ്ണമായും നശിച്ചു. പാമ്പൻ പാലത്തിനും കാര്യമായ കേടുപാട് പറ്റി. പക്ഷേ അറ്റകുറ്റപ്പണി നടത്തി പാലം വീണ്ടും യാത്രാസജ്ജമാക്കുകയായിരുന്നു. 100 വർഷത്തിലധികം കടൽക്കാറ്റും ഉപ്പുവെള്ളവും കൊണ്ടിട്ടും പാലത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് വിസ്മയാവഹമായ കാര്യം തന്നെയാണ്. രാമേശ്വരത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം വെറുമൊരു പാലമല്ല, ഒരു വികാരം കൂടിയാണ്. ചെന്നൈ എക്സ്പ്രസ് മുതൽ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം കൂടിയാണിത്. പാലത്തിന് മുകളിൽ നിന്നുള്ള കടലിൻ്റെയും മീൻപിടുത്ത വള്ളങ്ങളുടെയും കാഴ്ച സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ ബോട്ടിങ്ങിനെ പറ്റി അറിയണ്ടേ? പഴയ റെയിൽ പാലത്തിനും പുതിയ പാലത്തിനും ഇടയിലാണ് ബോട്ടിംഗ് നടക്കുന്നത്. ബോട്ടുകളുടെ അടിയിൽ സുതാര്യമായ ഗ്ലാസ് ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഇത് കടലിനടിയിലെ പവിഴപ്പുറ്റുകളും മീനുകളുമൊക്കെ വ്യക്തമായി കാണാൻ സഹായിക്കുന്നു. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള ദൂരം കുറവായതിനാൽ പാമ്പൻ പാലത്തിൻ്റെ പ്രസക്തി എടുത്തു പറയേണ്ടതാണ്. കപ്പലുകൾക്ക് വേണ്ടി തുറക്കുന്ന ലോകത്തിലെ അപൂർവ പാലങ്ങളിലൊന്നായ പാമ്പൻ പാലത്തെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.